അഭിജിത്ത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഈ നേതാക്കന്മാർ അണികളിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അവർ അറിയാതെ പോകുന്നു. കാരണം നമ്മൾ ഈ കഴിഞ്ഞ സർക്കാരിലെ നേതാക്കന്മാരെ ആലോചിക്കുമ്പോഴേ ഇത്രയും വലിയ ഒരു പരാജയം അവർ ഏറ്റുവാങ്ങാൻ പോകുന്നു എന്നുള്ള സൂചന പോലും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ജനങ്ങൾ യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ചില കാരണങ്ങളുണ്ടാവും എന്തായാലും. അപ്പോൾ ഈ പുതിയ കാലത്തെ നേതാക്കന്മാർ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമ്മൾ വേറെ പറഞ്ഞാൽ ഉണ്ടാകുന്നു. കാര്യം ജനത്തിൻ്റെ സ്പന്ദനം എന്താണെന്ന് അറിയാതെ പോകുന്ന നേതാക്കന്മാരാണെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സൗന്ദര്യമൊക്കെ പോകില്ലേ? അല്ല, അത് പുതിയ കാലത്തെ നേതാക്കൾ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ പുതിയ കാലത്ത് ജയിച്ചു വന്ന ആളുകളാണ്. ഇപ്പം പുതിയ കാലത്തെ ഇടതുപക്ഷ നേതാക്കൾ എന്ന് പറയപ്പെടുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നമ്മൾ കണ്ടു ഒരു യാത്ര കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ആ യാത്രയിൽ ഗവൺമെൻറ് കണ്ടത് പൗരപ്രമുഖരെയായിരുന്നു, ജനങ്ങളെയായിരുന്നില്ല. ഈ നാട്ടിലെ സാധാരണക്കാരനാണ് ഇവിടുത്തെ പൗരപ്രമുഖരെന്ന് മറന്നുപോയ സർക്കാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചത്. അതിൻ്റെ തിരിച്ചടി അവർക്കുണ്ടായി. പക്ഷേ ഞങ്ങളൊക്കെ സംബന്ധിച്ച് UDF, ഇപ്പോൾ ടീം UDF എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വന്ന് നയിച്ചു. ഇന്ന് അദ്ദേഹം CM ആണ്. ഇവിടെ UDFൻ്റെ ഓരോ നേതാക്കൾക്കും മണ്ണറിയാം, ഗ്രൗണ്ട് അറിയാം, ജനങ്ങളെ അറിയാം. ജനങ്ങളുമായി സംവദിച്ച് അവരോട് നിരന്തരം ഇടപെട്ട് മുന്നോട്ട് പോയി. ആ ഇടപെടലിൻ്റെ കൂടി റിസൾട്ടാണ് ഇത്തവണത്തെ ഈ ചരിത്ര വിജയം. ഇപ്പോൾ കേവലം ഈ 10 വർഷക്കാലം ഇടതുപക്ഷം ഉണ്ടാക്കിയ ജനവിരുദ്ധ നയങ്ങൾ മാത്രമല്ല, ഈ ജനങ്ങൾക്ക് നേരത്തെ ഫിറോസ്ക സൂചിപ്പിച്ചു, ഇവിടെ ഒരു പ്രതീക്ഷയാണ്. ഇവിടെ നിന്ന് എന്ത് മാറ്റമാണ് ഞങ്ങൾക്ക് തരാൻ ഇവർക്ക് സാധിക്കുക? ആ മാറ്റം UDF പറഞ്ഞു, ജനങ്ങൾ കൂടെ നിന്നു. അത് ജനങ്ങളെ അറിഞ്ഞതുകൊണ്ടാണ്. ജനങ്ങളെ അറിഞ്ഞ് മുന്നോട്ട് പോകാൻ ഇത്തവണ UDFന് സാധിക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.